ആ നിലയിൽ അദ്ദേഹം 3.5 വർഷം മഴ പെയ്യാത്ത, മഞ്ഞു പെയ്യാത്ത ഇസ്രയേലിൽ മഴ പെയ്യ്ക്കാനായി അദ്ദേഹം കർമ്മേൽ എന്ന പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ ഏകനായി തൻ്റെ തല മുഴങ്കാലുകൾക്കിടയിലേക്കിട്ട് താൻ പ്രാർത്ഥിക്കുകയാണ്. കടലിൻ്റെ നേരെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. വളരെ ഉയരത്തിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ കടലിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം മേഘങ്ങൾ ആ രാജ്യം വിട്ടു പോയിട്ട് വർഷങ്ങളായി, 3.5 വർഷമായിട്ട് മേഘമില്ല. അപ്പോൾ വെള്ളമില്ലാത്ത മേഘങ്ങൾ എന്ന് പറയുന്ന അതുപോലെ മേഘങ്ങളുണ്ട്, പക്ഷെ അങ്ങനെയുള്ള മേഘം പോലുമില്ല. ചിലരെ പറ്റി ഉള്ളിൽ കാമ്പില്ലാത്ത ചിലരെ പറ്റി, കപടക്കാരായ ചിലരെ പറ്റി യൂദാ തൻ്റെ ലേഖനത്തിൽ വെള്ളമില്ലാത്ത മേഘങ്ങൾ എന്ന് പറയും. മേഘം എന്ന് പറയുമ്പോൾ അതിനകത്ത് വെള്ളമുണ്ടായിരിക്കണം. അതാണ് മേഘത്തിൻ്റെ ശക്തി. വെറുതെ ഇങ്ങനെ കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ഞിത്തുണ്ട് കണക്കെ പറക്കുന്ന മേഘങ്ങളുണ്ട്, അവ കഴമ്പില്ലാത്തവയാണ്. അത്തരം ചില ആളുകളെ പറ്റിയാണ് യൂദ പറയുന്നത് വെള്ളമില്ലാത്ത മേഘങ്ങൾ. പല പ്രയോഗങ്ങളും ഇവിടെ പറയുന്നുണ്ട്, അത് ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ നോക്കുക, എന്നാൽ ഞാൻ ചിന്തിക്കുകയാണ്, വെള്ളമില്ലാത്ത മേഘങ്ങൾ പോലും ഇസ്രയേലിൻ്റെ ആ കാലഘട്ടത്തിൽ ഇസ്രയേലിൻ്റെ ആകാശത്ത് ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഏലിയാവെന്ന ദൈവപുരുഷൻ താൻ അടച്ച ആകാശമണ്ഡലങ്ങളിൽ മഴ പെയ്യിക്കാനായി, മഞ്ഞ് പെയ്യിക്കാനായി മേഘങ്ങളെ വിളിച്ചു വരുത്തുവാൻ, വെള്ളമുള്ള മേഘങ്ങളെ വിളിച്ചു വരുത്തുവാൻ മഴയ്ക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കും. താൻ കർമ്മേൽ എന്ന പർവ്വതത്തിൻ്റെ കൊടുമുടിയുടെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് കടലിനെ നോക്കിക്കൊണ്ട് താൻ പ്രാർത്ഥിക്കുന്നു. വളരെ തീവ്രമായ ഒരു പ്രാർത്ഥനാ ശൈലിയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അത്തരമൊരു പ്രാർത്ഥനയൊന്നും പുതിയ നിയമത്തിൻ്റെ ശൈലിയിൽ ആവശ്യമില്ല. അറയിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഏലിയാവ് അത്ര തീവ്രമായ ഒരു പ്രാർത്ഥനാ ശൈലിയിൽ ആ പഴയ നിയമഭക്തൻ താൻ ചെയ്യുന്നത് തൻ്റെ തല മുഴങ്കാലുകൾക്കിടയിലേക്ക് ഇട്ടുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തീരുമ്പോൾ ബാല്യക്കാരനോട് പറയുന്നു, പോയി കടലിലേക്ക് നോക്ക്, കടലിൻ്റെ നേരെ നോക്ക്, എന്തെങ്കിലും കാണുവാൻ കഴിയുന്നു. ബാല്യക്കാരൻ വന്ന് പറയും, ഒന്നും കാണുന്നില്ല. ഒന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നില്ല. ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3.5 കൊല്ലമായിട്ട് മഴയില്ലാത്ത സ്ഥലത്തിൽ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ ഒന്നും നടക്കത്തില്ല എന്നുള്ളതാണ് സാഹചര്യമെങ്കിലും സാധ്യതയെങ്കിലും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥന അവിടെ അവസാനിപ്പിക്കുന്നില്ല. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് കരുതി പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. തുടരണം, ആ പ്രാർത്ഥന തുടരണം. മഹാദൈവത്തോട്, നമ്മുടെ പിതാവിനോട് നാം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചാണ് നാം കാര്യങ്ങളെ കൊണ്ടുവരുത്തിക്കുന്നത്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ, സകലത്തെയും മെനഞ്ഞവനായ മഹാദൈവത്തെ ചലിപ്പിക്കുവാൻ, മഹാദൈവത്തിൻ്റെ തീരുമാനങ്ങളുടെ മേൽ അതേ മാറ്റം വരുത്തിക്കുവാൻ, മനുഷ്യന് വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു കരുണയാണ്. എങ്കിൽ പോലും അങ്ങനെ മാറ്റം വരുത്തുവാൻ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഒരു ഉപാധിയാണ്, മാർഗമാണ് പ്രാർത്ഥന. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യായാധിപന്റെയും വിധവയുടെയും ഒരു ഉപമ കർത്താവ് യേശു തന്നെ പറഞ്ഞിട്ടുള്ളത് നാം വായിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഏലിയാവ് പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. 2ാം പ്രാവശ്യം പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഏലിയാവ് ബാല്യക്കാരനോട് പറയുന്നു, പോയി നോക്കുക. അവൻ വന്ന് പറയുന്നു, ഒന്നുമില്ല. അങ്ങനെ 3ആയി, 4ആയി, 5ആയി, 6ആയി. എന്നാൽ 7ാം പ്രാവശ്യം ബാല്യക്കാരൻ പോയിട്ടു എന്ന് പറയുന്നു, യജമാനെ ഒരു കാര്യമുണ്ട്, ഇതുവരെ ഒന്നുമില്ല, പക്ഷെ ഇപ്പോ ഒരു ചെറിയ മേഘം പൊങ്ങി വരുന്നത്. അത് ഒരു മനുഷ്യന്റെ കൈപ്പത്തിയുടെ അത്ര വലുപ്പമേ ഉള്ളൂ. ഒരു മേഘം. ഈറനില്ല വാനിൽ കാണൂ, കൈപ്പത്തി പോൽ മേഘവും, ഈറനില്ല വാനിൽ കാണൂ, കൈപ്പത്തി പോൽ മേഘവും,
ദൈവത്തിൻ വാക്കുകളാൽ വന്മാരി ചൊരിഞ്ഞിടും. എൻ്റെ ദൈവത്തിൻ വാക്കുകളാൽ വന്മാരി ചൊരിഞ്ഞിടും. എന്നുള്ളം നിന്നിലാ ആഴമാ വിശ്വാസത്താൽ നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. തീരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ഇരനില്ല വാനിൽ കാണും കൈപ്പത്തി പോൽ മേഘവും. ഇരനില്ല വാനിൽ കാണും കൈപ്പത്തി പോൽ മേഘവും. എൻ്റെ ദൈവത്തിൻ വാക്കുകളാൽ വന്മാരി ചൊരിഞ്ഞിടും. എൻ്റെ ദൈവത്തിൻ വാക്കുകളാൽ വന്മാരി ചൊരിഞ്ഞിടും. എന്നുള്ളം നിന്നിലാ ആഴമാ വിശ്വാസത്താൽ ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ബാല്യക്കാരൻ വന്ന് പറയുന്നത് അതെ, ഈ കൈപ്പത്തി പോലത്തെ ഒരു ചെറിയ മേഘം ഉയരുന്നു. ഏലിയാവിനത് മതിയായിരുന്നു. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കാൻ പോകുന്നില്ല. ചുമ്മാ വന്നത് പ്രാർത്ഥിക്കല്ല, ദൈവത്തിൽ നിന്ന് ഒരു അരുളപ്പാട് കിട്ടിയിട്ടാണ് പ്രാർത്ഥിക്കാതിരിക്കുന്നത്. പക്ഷേ പ്രാർത്ഥനയുടെ മറുപടി ദൈവം ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ, ദൈവം ദൈവത്തിൻ്റെതായ പ്രോത്സാഹനം, ദൈവത്തിൻ്റെതായിട്ടുള്ള പിന്തുണ ലഭിച്ച വിഷയമാണെങ്കിൽ തന്നെയും പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ പ്രാർത്ഥിച്ചപ്പോൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നാലാമതും അഞ്ചാമതും ആറാമതും മറുപടി കിട്ടിയിട്ടില്ലെങ്കിലും ഏഴാമത് പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. അതിനർത്ഥം 7 എന്ന് പറയുന്ന ഒരു കണക്കല്ല. 7 പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, 8 പ്രാർത്ഥിക്കണം. 8 കിട്ടിയില്ല, 9 പ്രാർത്ഥിക്കണം. 9 ഇല്ലെങ്കിൽ 10 പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം അത് ചെയ്യും. എൻ്റെ ദൈവം എനിക്കത് ചെയ്തു തരും. എൻ്റെ കർത്താവ് എനിക്കത് ചെയ്തു തരും. എൻ്റെ ദൈവം എൻ്റെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം മറയ്ക്കത്തില്ല. എന്നെ കരുതുന്ന ദൈവമാണ്, എന്നെ സൂക്ഷിക്കുന്ന ദൈവമാണ്. അതെ, ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്ന പോലെ പാടണം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിൽ എന്നപ്പോൾ, കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ്റെ വലിപ്പം സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും
അതിൻ്റെ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിടുമ്പോൾ, ഒന്നിച്ചു നാം ആർപ്പിടുമ്പോൾ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. അത്രേ ഉള്ളൂ. വൻമതിലാണെങ്കിലും കാലിന്റെ ചുവട്ടിൽ വീഴും. വലിപ്പമൊന്നും നോക്കേണ്ട കാര്യമില്ല. എരിഹോ മതിൽ ഇങ്ങനെ ഭയങ്കര വലിപ്പമാണെന്നോ, അതിനകത്തൂടെ 6 രഥങ്ങൾക്ക് ഒരേപോലെ സഞ്ചരിക്കാവുന്ന വീതിയുള്ളതാണെന്നോ, അതെ, പ്രാർത്ഥിച്ചാൽ മതിൽ വീഴുമോ എന്നുള്ള ഭയം അല്ലെങ്കിൽ ഭീതി, ആശങ്ക മനസ്സിലുണ്ടോ, അല്ലെങ്കിൽ ഒരിക്കലും നടക്കത്തില്ലല്ലോ എന്നുള്ള ചിന്ത മനസ്സിനെ വല്ലാതെ മഥിക്കുമ്പോഴും വിശ്വാസത്തോടെ പറയണം, ഞാൻ കാണുന്നു എൻ്റെ മുമ്പിൽ ആ എരിഹോ വീഴാൻ യാതൊരു സാധ്യതയുമില്ല. ഞാൻ പറഞ്ഞാൽ ലോകം എന്നെ അപഹസിക്കും, കളിയാക്കും, പരിഹസിക്കും. പക്ഷേ എൻ്റെ ദൈവത്താൽ അത് സംഭവിക്കും. എൻ്റെ ദൈവത്തിന് കഴിയും എരിഹോ മതിലിന്റെ ആ വലിയ, ആ ഉയർന്നു നിൽക്കുന്ന മതിലിന്റെ അടിവാരങ്ങൾ അതെ ഉടച്ചു കളയുവാൻ, അത് പിണ്ണാക്ക് പോലെ പൊടിച്ചു കളയുവാൻ, അതിനെ അമർത്തിക്കളയുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. അതെ, ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കുക മാത്രമല്ല, ചില സമയത്ത് ഞാൻ ഈ മതിൽ ഉടച്ചു കളയും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ മുമ്പിലുള്ള ഈ വലിയ പ്രതിസന്ധിയുടെ, വന്മനയുടെ ഈ വലിയ മതിലൊക്കെയുണ്ടല്ലോ, അതിനെ തകർക്കാൻ എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. അതേ, ഭക്തനായ മനുഷ്യൻ പറയുന്നത് പോലെ, ഭക്തന്മാർ പറയുന്നത് പോലെ, ഹല്ലേലൂയ, എന്നിൽ വ്യാപരിക്കുന്ന അതേ ഹല്ലേലൂയ ശക്തിയുടെ അളവറ്റ വലിപ്പം, അത് ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ എന്നിൽ വ്യാപരിക്കുന്ന മഹാശക്തിയാണ്. അത് വ്യക്തിയാണ്, അത് പരിശുദ്ധാത്മാവാണ്. ആ ശക്തിക്ക്, ആ വ്യക്തിക്ക് സാധിക്കാത്തതൊന്നുമില്ല. ആ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരത്തിന്മേൽ അവൻ തന്നിരിക്കുന്നത് എന്നോടുള്ള കരുണ, ദയ, അവൻ്റെ കടാക്ഷം, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഏലിയാവ് ധൈര്യത്തോടെ പുറത്തുപോയി. താഴെ ചെന്ന് ആഹാബ് എന്ന് പറയുന്ന രാജാവിനോട് പറഞ്ഞു, വലിയ മഴ പെയ്യാൻ പോവാണ്, വേഗം രഥം പൂട്ടിക്കൊള്ളാനാ പറയുന്നത്. എന്നാൽ കണ്ടതാരെയാ? അതേ, പ്രതീക്ഷ എന്താ? ഒരു ചെറിയ കൈപ്പത്തിയുടെ മേഘം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി, അതേ, നീണ്ട ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും ഒരു മറുപടി കിട്ടാതിരിക്കും. ചെറിയൊരു സാധ്യത. ആ സാധ്യതയെന്ന് പറയാനൊന്നുമില്ല. ഒരു ചെറിയ പൊടിപ്പ് പോലെ ഒന്ന് ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ സൂചന നിങ്ങളുടെ ആ വിഷയത്തിൽ ഇപ്പൊ വന്നിട്ടുണ്ടോ? അത് മതി. അതുപോലും വേണ്ട ദൈവത്തിന്, പക്ഷെ അത് മതി. നിങ്ങളെ ഒന്ന് ഉറപ്പിക്കാനാ അത് കാണിച്ചേക്കുന്നത് കേട്ടോ. അത് നടക്കും കേട്ടോ. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ആ വിഷയം ഉണ്ടല്ലോ, അതിൻ്റെ മേൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. വിശ്വാസത്തോടെ പറ, നിങ്ങളുടെ ആവശ്യം ന്യായമല്ലേ? നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടണ്ടേ? നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ലല്ലോ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ ആരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ പാരിലൻ പ്രിയ. ഗിരികളിൽ കണ്ണുകൾ ഉയർത്തി ഞാനൂതും